ആദ്യമേ അങ്ങയുടെ അഭിനന്ദനങ്ങൾക്കെല്ലാം നന്ദി. അത് ഈ രാജ്യത്തെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികൾക്കും മുഴുവൻ മതേതര വിശ്വാസികൾക്കും അവകാശപ്പെട്ട അഭിനന്ദനമാണ് അങ്ങ് ഒരു മതേതര ജനാധിപത്യ വിശ്വാസി എന്ന നിലയിൽ എനിക്ക് തന്നത്. അത് ഞാൻ അങ്ങേക്കും പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ്, അതോടൊപ്പം ഈ ചർച്ച കേൾക്കുന്ന മുഴുവൻ ആളുകൾക്കും. അപ്പം അങ്ങയുടെ ചോദ്യത്തിലേക്ക് ഡയറക്റ്റ് മറുപടിയായിട്ട് വരുമ്പോൾ അങ്ങയുടെ ചോദ്യം, ഇന്ത്യ സഖ്യത്തിൻ്റെ വിജയം പൂർണ്ണമാണോ? വിജയം പൂർണ്ണമാണ് എന്ന് പറയാനായിട്ട് ഞാൻ ഒരു ഫിഗേഴ്സും ഉപയോഗിക്കുന്നില്ല. ഈ രാജ്യത്ത് രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം, നരേന്ദ്രമോദിയുടെ കുറഞ്ഞ ഭൂരിപക്ഷം, ഈ രാജ്യത്ത് ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷത്തിൽ ജയിച്ച ഇന്ത്യ സഖ്യ സ്ഥാനാർത്ഥിയുടെ പേര്, അങ്ങനെയൊന്നുള്ള ഒരു ഡാറ്റയിലേക്കും പോകുന്നില്ല. ഇന്ത്യ സഖ്യം അത് വിജയം കണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രകടമായ പ്രത്യക്ഷമായ ഉദാഹരണം കുറച്ചു മുൻപായി ഈ രാജ്യത്തെ മുഴുവൻ സമൂഹ മാധ്യമങ്ങളുമായി പ്രചരിച്ചിരിക്കുന്ന നരേന്ദ്രമോദി എന്ന ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയുടെ ഏറ്റവും ഒടുവിലത്തെ ചിത്രമാണ്. NDA സഖ്യകക്ഷികളുടെ യോഗത്തിൽ പങ്കെടുക്കുന്ന ശ്രീ നരേന്ദ്രമോദി, അദ്ദേഹം വരുന്ന വിഷ്വൽസ് അടക്കം മാധ്യമപ്രവർത്തക നിലയിൽ അങ്ങ് കണ്ടിട്ടുണ്ടാകും. അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജും അദ്ദേഹം ഇന്ന് ആ NDA സഖ്യകക്ഷികളുടെ ചർച്ചയിൽ ഇരിക്കുമ്പോൾ ഒതുങ്ങിക്കൂടിയിരിക്കുന്ന ആ ഒതുക്കവുമാണ് ഇന്ത്യ സഖ്യത്തിൻ്റെ ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും വീഴ്ച. ശ്രീ ഹാഷ്മി, ഇന്ത്യൻ പാർലമെന്റിലേക്ക്, ഇന്ത്യയുടെ പാർലമെന്റിന്റെ കൂടി ഭാഗമായ രാഷ്ട്രപതി അവർ ദളിതയായതുകൊണ്ട്, അവർ വിധവയായതുകൊണ്ട്, അവർ സ്ത്രീ ആയതുകൊണ്ട് മാത്രം അവരെ ഒഴിവാക്കി കിരീടവും ചെങ്കോലും വഹിച്ചുകൊണ്ട് ഈ രാജ്യത്തിന്റെ എല്ലാ മതേതര പാരമ്പര്യങ്ങളെയും കളങ്കപ്പെടുത്തിക്കൊണ്ട് നടന്നുപോയ ഒരു ചക്രവർത്തികളൊക്കെ ഉണ്ടായിരുന്ന നരേന്ദ്രമോദിയുടെ ഇന്ന് ശരശയ്യയിൽ കിടക്കുന്ന ആ ചിത്രമുണ്ടല്ലോ, ആ ചിത്രത്തിനപ്പുറം എന്ത് വിജയമാണ് ഇന്ത്യ സഖ്യത്തിനായി വേണ്ടത്? താങ്കൾ പറയുന്ന NDA സഖ്യം സർക്കാർ ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ടുള്ള ചർച്ചകൾ അത് പുരോഗമിക്കുകയാണെന്ന് വരുമ്പോൾ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്താ? ആകെ 20-ൽ താഴെ മാത്രം MP-മാരുള്ള തെലുങ്ക് ദേശം പാർട്ടി, ചന്ദ്രബാബു നായിഡുവിന്റെ ഡിമാൻഡ് 10 മന്ത്രിമാർ, 1 സ്പീക്കർ. ജനതാദൾ യുണൈറ്റഡിന്റെ ഡിമാൻഡ് 3 മന്ത്രിമാർ, അതിൽ തന്നെ ആഭ്യന്തരം അല്ലെങ്കിൽ ധനകാര്യം നിർബന്ധം. ഷിൻഡെയുടെ ഡിമാൻഡ് 10-ൽ താഴെയാണ്, ഒറ്റക്ക സംഖ്യയിൽ MP-മാരുള്ള ആളാണ് ഷിൻഡെയുടെ ഡിമാൻഡ് 1 കേന്ദ്രമന്ത്രി സ്ഥാനം, 2 സഹമന്ത്രി, കേന്ദ്രമന്ത്രി നഗരവികസനവും ഗ്രാമവികസനവും വേണം എന്ന നിർബന്ധം. LJP തുച്ഛമായ MP-മാരുള്ള LJPയുടെ ഡിമാൻഡ് 1 മന്ത്രി 1 സഹമന്ത്രി. അങ്ങനെ എത്ര MP-മാർ, വിരലിലെണ്ണാവുന്ന MP-മാരുള്ള സഖ്യകക്ഷികളെല്ലാം ആ വിരലിലുണ്ടാവുന്ന MP-മാർക്ക് എല്ലാവർക്കും മന്ത്രിസ്ഥാനം ചോദിക്കുന്ന തരത്തിലേക്ക് ഈ രാജ്യത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അവരുടെ അവകാശങ്ങൾ പറയുന്ന തരത്തിലേക്ക് NDA യോഗത്തിൽ നരേന്ദ്രമോദിയുടെ മുഖത്ത് നോക്കി അങ്ങനെ അവരുടെ സഖ്യകക്ഷികളെ കൊണ്ട് തന്നെ പറയിക്കുവാൻ കഴിഞ്ഞതാണ് ഇന്ത്യ സഖ്യത്തിന്റെ ഏറ്റവും പരമപ്രധാനമായ വിജയം. ഇത് ഒരു ഏകാധിപതിയുടെ, ഇതൊരു സ്വേച്ഛാധിപതിയുടെ, ഇതൊരു ജനാധിപത്യ വാഴ്ചയെ തകർത്ത് കിരീടവും ചെങ്കോലും വാളും പരിചയും വർഗീയതയുമായി രാജ്യത്തെ അടക്കി ഭരിക്കുവാൻ വേണ്ടി വന്ന ഒരു ചക്രവർത്തിയുടെ വീഴ്ചയായിട്ട് വേണം ശ്രീ ഹാഷ്മി കണക്കാക്കുവാൻ. അതുകൊണ്ട് ഇന്ത്യ സഖ്യത്തിന്റെ ആദ്യ പോരാട്ടം ഒരു വലിയ വിജയമാണെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി രണ്ടാം ഘട്ടത്തിലേക്ക് വരുമ്പോൾ ഇവിടെ താങ്കൾ തന്നെ സൂചിപ്പിച്ചു അയോധ്യ ക്ഷേത്രം. അയോധ്യയിൽ രാമക്ഷേത്രം പണിഞ്ഞിട്ട് ശ്രീ നരേന്ദ്രമോദി പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിക്കുന്ന രാമലല്ലയ്ക്ക് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു. ആ രാമലല്ലയുടെ അയോധ്യ ക്ഷേത്രം ഇരിക്കുന്ന ഫൈസാബാദിൽ നിന്നുള്ള MP അത് BJPയുടെ ലല്ലു സിംഗ് അല്ല, ലല്ലു സിംഗിനെ പരാജയപ്പെടുത്തിയ ഇന്ത്യ സഖ്യത്തിന്റെ നേതാവ് അവധേഷ് പ്രസാദ് ആണ്. അപ്പോ രാമലല്ല വിശ്വാസികൾക്കൊപ്പമാണ്, വർഗീയവാദികൾക്കൊപ്പമല്ല എന്ന് ഈ രാജ്യത്ത് തെളിയിക്കപ്പെട്ടിരിക്കുന്ന ദിവസമല്ലേ? കർഷകരെ വണ്ടി കയറ്റി കൊന്ന ഒരു കേന്ദ്രമന്ത്രിയുടെ മകനുണ്ടായിരുന്നു. ആ മകനെ സംരക്ഷിക്കുവാൻ ശ്രമിച്ച കേന്ദ്ര സർക്കാരിന്റെ എല്ലാവിധമായ അധികാര ദുർവിനിയോഗം നമ്മൾ കണ്ടു. ലഖീംപൂർ ഖേരി എത്ര ദിവസം ഞാനും താങ്കളും ശ്രീ സജീഷും ശ്രീ സന്ദീപ് വാര്യരും അടക്കമുള്ള ആളുകൾ ചർച്ച ചെയ്ത വിഷയമാണ്. ആ ചോര പുരണ്ട ലഖീംപൂർ ഖേരിയിലെ ആ മണ്ഡലത്തിൽ ആ സിറ്റിംഗ് MP-യും കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയുമായ അജയ്കുമാറിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യ സഖ്യത്തിന്റെ നേതാവ് ഉത്കർഷ് വർമ്മ ജയിച്ച് MP ആയി വരുമ്പോൾ അതിനപ്പുറം ആനന്ദിക്കുവാൻ നമുക്ക് എന്താണ് വേണ്ടത്? ഇനി നരേന്ദ്രമോദി ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും രൂക്ഷമായ 15 ഇടങ്ങളിലാണ് ഏറ്റവും രൂക്ഷമായ പച്ചവർഗീയത പറഞ്ഞത്. ഈ രാജ്യത്ത് ഒരു നിഷ്പക്ഷമായ ഇലക്ഷൻ കമ്മീഷൻ ഉണ്ടായിരുന്നുവെങ്കിൽ എന്തായിരുന്നു ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട്? നിഷ്പക്ഷമായ ദേശീയ മാധ്യമങ്ങൾ ഉണ്ടാകുമായിരുന്നെങ്കിൽ എന്തായിരുന്നു ഈ രാജ്യത്തെ ഈ തെരഞ്ഞെടുപ്പിന്റെ അവസ്ഥ? അതെല്ലാം പോട്ടെ, 15 ഇടത്ത് പച്ചവർഗീയത പറഞ്ഞപ്പോൾ ആ 15-ൽ 9 ഇടത്തും BJPയെ പരാജയപ്പെടുത്തിയത് ഇന്ത്യ സഖ്യത്തിന്റെ നേതാക്കന്മാരാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട വിജയം ഇവിടെ ഇന്ത്യ സഖ്യം വിജയിച്ചാൽ ഹിന്ദുക്കളായ സ്ത്രീകളുടെ കെട്ടുതാലി വരെ ഊരിയെടുത്തിട്ട് മുസ്ലിങ്ങൾക്ക് വീതം വെച്ചു കൊടുക്കും. മുസ്ലിങ്ങൾ ഇങ്ങനെ പെറ്റുപെരുകി കൂട്ടുന്നത് രാജ്യത്തിന്റെ സ്വത്ത് കൈവശപ്പെടുത്താനാണ് എന്ന് പച്ചയ്ക്ക് വർഗീയത പറഞ്ഞ, പച്ചയ്ക്ക് മുസ്ലിം വിരുദ്ധത പറഞ്ഞ
രാജസ്ഥാനിലെ ബൻസ്വര മണ്ഡലത്തിൽ BJPയുടെ മഹേന്ദ്രജിത് സിംഗിനെ പരാജയപ്പെടുത്തിയത് ആദിവാസി പാർട്ടി നേതാവായ ഇന്ത്യ സഖ്യത്തിന്റെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും പിന്തുണയുള്ള രാജ്കുമാർ ആണെന്ന് പറയുമ്പോൾ അതിനപ്പുറം ആനന്ദിക്കുവാൻ എന്താണ് ഈ രാജ്യത്തെ ഒരു മതേതര വിശ്വാസിക്ക് വേണ്ടത്? ഏറ്റവും ഒടുവിൽ ഉത്തർപ്രദേശ് ആണല്ലോ അബ്കി ബാർ 420 എന്നാണല്ലോ പറഞ്ഞത്. 400-ലധികം സീറ്റുകളുമായി 420 വരെ പറഞ്ഞ ദേശീയ മാധ്യമങ്ങളുണ്ട്. നരേന്ദ്രമോദിയുണ്ട് 400-ലധികം സീറ്റുമായി അധികാരത്തിലേക്ക് വരുമെന്ന് പറഞ്ഞപ്പോൾ 80 സീറ്റും ഞങ്ങൾ നേടുമെന്ന് പറഞ്ഞു ഉത്തർപ്രദേശിൽ. അതേ ഉത്തർപ്രദേശിൽ ഇപ്പോ ചില കേരളത്തിൽ തന്നെ ചില മാധ്യമ പ്രവർത്തകരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, രാഹുൽ ഗാന്ധി അദ്ദേഹം വയനാട്ടിലല്ലാതെ വേറെ എവിടെയാണ് മത്സരിക്കുക, അദ്ദേഹം ഇന്ത്യൻ പാർലമെന്റിൽ വേണമെന്ന് ആഗ്രഹമുണ്ട്. അതേ രാഹുൽ ഗാന്ധി ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥിന്റെ നരേന്ദ്രമോദിയുടെ ഉത്തർപ്രദേശിൽ 3,90,030 വോട്ടിന് റായ്ബറേലിയിൽ ജയിച്ചപ്പോൾ അതേ സമയത്ത് കഴിഞ്ഞ തവണ 4,79,505 വോട്ടിന് ജയിച്ച നരേന്ദ്രമോദി ഇത്തവണ അജയ് റായ് എന്ന ഇന്ത്യ സഖ്യത്തിന്റെ നേതാവിനോട് തുടക്കം 1 മണിക്കൂറോളം വിയർത്ത് പിന്നിൽ നിന്ന് ഏറ്റവും ഒടുവിൽ 1,52,513 വോട്ടിന്റെ മാത്രം ഭൂരിപക്ഷം നേടുമ്പോൾ നരേന്ദ്രമോദി ഒരു അരമണിക്കൂർ അജയ് റായ്ക്ക് പിന്നിൽ തോറ്റു നിന്നു എന്നൊക്കെ പറയുന്നത് അങ്ങേയറ്റത്തെ നാണക്കേടാണ്. ഞാൻ അങ്ങയിലേക്ക് എത്താം. ശ്രീ സന്ദീപ് വാര്യർ BJPയുടെ പ്രതിനിധി ഇവിടെ പരിഹസിക്കുന്നത് കേട്ടു, EVM-നെ സംശയിക്കുന്നതൊക്കെ തട്ടിപ്പാണ് എന്നുള്ള തലത്തിൽ. അങ്ങനെയാണെങ്കിൽ EVM-നെ ആദ്യമായി സംശയിച്ചത് നമ്മളാരെങ്കിലുമാണോ? 2009 അദ്ദേഹം LK അദ്വാനിയെ അംഗീകരിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ശ്രീ LK അദ്വാനിയാണ് EVM-ന്റെ ആധികാരികതയെ ആദ്യം ചോദ്യം ചെയ്യുന്ന ഇന്ത്യയിൽ തന്നെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാരിൽ ഒരാൾ ശ്രീ LK അദ്വാനിയാണ്. അപ്പോൾ LK അദ്വാനി EVM-നെ ചോദ്യം ചെയ്യുമ്പോൾ അത് സ്വീകാര്യമാണ്, ബാക്കിയുള്ള ആളുകൾ ചോദ്യം ചെയ്യുമ്പോൾ സ്വീകാര്യമല്ല എന്ന് പറയുന്നത് ഇവിടുത്തെ ന്യായമാണ്. ഇവിടെ ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടം ഒന്ന് എടുത്തു പരിശോധിക്കൂ ശ്രീ ഹാഷ്മി. ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഈ രാജ്യത്തെ ഏതെങ്കിലും സ്വതന്ത്രമായി പ്രവർത്തിക്കേണ്ടുന്ന സ്ഥാപനങ്ങൾ അത്തരത്തിൽ നിഷ്പക്ഷത വെച്ച് പുലർത്തിയിട്ടുണ്ടോ? 15 ഇടങ്ങളിലാണ് കടുത്ത വർഗീയത. ഈ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മത സമുദായത്തെ അങ്ങേയറ്റം ഇകഴ്ത്തിക്കൊണ്ട് അവരെ പാർശ്വവൽക്കരിച്ചുകൊണ്ട് അവരെ ഈ രാജ്യത്തെ ഏറ്റവും വലിയ ഭീകരവാദികളായി ചിത്രീകരിച്ചുകൊണ്ട് ഇൻഫിൽട്രേറ്റേഴ്സ് എന്ന് പച്ചയ്ക്ക് പറഞ്ഞുകൊണ്ട് ഈ രാജ്യത്തെ ഒരു മതവിഭാഗത്തെ അങ്ങനെയെല്ലാം വിമർശിച്ച് വർഗീയത പറഞ്ഞിട്ട് 15 ഇടങ്ങളിൽ പറഞ്ഞിട്ട് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു പേരിന് ഒരു കടലാസ കഷ്ണത്തിന്റെ ഷോക്കോസ് എങ്കിലും ഒരു കാരണം കാണിക്കലെങ്കിലും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീ നരേന്ദ്രമോദിക്ക് കൊടുക്കുവാൻ തയ്യാറായി. താങ്കൾ ആ കത്ത് കണ്ടു കാണുമല്ലോ, ഈ BJPക്ക് കൊടുത്ത കത്ത് തന്നെ താങ്കൾ കണ്ടിട്ടുണ്ടല്ലോ. ഞാൻ ചോദിക്കുന്നത് നരേന്ദ്രമോദി എന്ന ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിക്കെതിരായി 15 ഇടങ്ങളിലെ ഗൗരവതരമായ പച്ചവർഗീയ പ്രസംഗങ്ങൾ, അസത്യങ്ങൾ, രാജ്യത്തെ ഭിന്നിപ്പിക്കുവാൻ വിഘടിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ബോധപൂർവമായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നതിനെതിരായിട്ട് പരാതി കൊടുത്തു. ഒരിടത്ത് ഏതെങ്കിലും ഒരു ആക്ഷൻ ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയിട്ടുണ്ടോ? ഇല്ല. ഇനി പോട്ടെ, ഈ രാജ്യത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രീ നരേന്ദ്രമോദിയുടെ കാലയളവിൽ ചെയ്തത്? ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇന്ത്യയുടെ കരസേനാ മേധാവിയുടെ കാലാവധി കഴിഞ്ഞിട്ട് പുതിയ ആളെ നിയമിക്കുക പോലും ചെയ്തിട്ടില്ല. അപ്പോൾ എന്താ കാരണം പറയുന്നത്? തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടമാണെന്ന് പറയും. അങ്ങനെയാണെങ്കിൽ മറ്റ് സേനാ തലവന്മാരെ മാറ്റിയിട്ടുണ്ട് ഇതേ കാലയളവിൽ തന്നെ. അടുത്ത സേനാ തലവൻ, കരസേനാ മേധാവിയായി വരേണ്ടുന്ന ആൾ ശ്രീ നരേന്ദ്രമോദിയുടെ ഇംഗിതങ്ങൾക്ക് വഴങ്ങുന്ന ആളല്ലാത്തത് കൊണ്ട് മാത്രം അദ്ദേഹത്തിന്റെ കാലാവധി കഴിഞ്ഞു പോകട്ടെ എന്ന് കരുതി അതുവരെ പെൻഡിങ് വെച്ചിട്ടില്ല ഈ രാജ്യത്തെ പ്രധാനമന്ത്രി. ഈ രാജ്യത്തെ മാധ്യമ സ്ഥാപനങ്ങൾ നിഷ്പക്ഷത വെച്ച് പുലർത്തേണ്ടുന്ന 4 തൂണുകളാകേണ്ടുന്ന രാജ്യത്തെ പ്രധാനപ്പെട്ട മാധ്യമ സ്ഥാപനങ്ങൾ, ആ മാധ്യമ സ്ഥാപനങ്ങളെയും കൊണ്ട് ഏതെല്ലാം തരത്തിലുള്ള കൊള്ളരുതായ്മകൾ, പക്ഷപാതം നിറഞ്ഞ വാർത്തകൾ കൊടുത്തിട്ടുണ്ട്. ഈ രാജ്യത്തെ പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്പേസ് ഈ രാജ്യത്തെ ദേശീയ മാധ്യമങ്ങൾ കൊടുത്തിട്ടുണ്ടോ? ഇല്ല എന്ന് മാത്രമല്ല, ഹേറ്റ് സ്പീച്ചുകളുടെ പ്രധാനപ്പെട്ട പ്രൊപ്പഗണ്ട ക്യാരിയേഴ്സായി ഈ രാജ്യത്തെ ദേശീയ മാധ്യമങ്ങൾ മാറിയില്ലേ? ആ ദേശീയ മാധ്യമങ്ങൾ അങ്ങനെ മാറുന്ന കാലത്തല്ലേ ശ്രീ രാഹുൽ ഗാന്ധിയുടെയും ഇന്ത്യ സഖ്യത്തിന്റെയും ഒക്കെ നേതൃത്വത്തിൽ വലിയ പോരാട്ടം നമ്മൾ നടത്തിയത്? ഈ പോരാട്ടത്തിന്റെ ഭാഗമാകാത്ത പ്രാദേശിക പാർട്ടികളുടെ അവസ്ഥ എന്താ? അതുകൂടി നമ്മൾ പരിശോധിക്കണം. ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് അവലോകനം ചെയ്യുമ്പോൾ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാകാത്ത BJP ഇതരായിട്ടുള്ള പാർട്ടികളുടെ, NDA ഇതരായിട്ടുള്ള പാർട്ടികളുടെ അവസ്ഥ എന്താ? ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ BRS എവിടെ പോയി? BRSന്റെ രാഷ്ട്രീയ പശ്ചാത്തലം, അടിത്തറ എവിടെ പോയി? AIDMK എവിടെയാണ്? AIDMKയുടെ പ്രസക്തി. ശിരോമണി അകാലിദൾ എന്താണ് ആ പ്രസ്ഥാനത്തിന്റെ പ്രസക്തി? എല്ലാം പോട്ടെ, ഈ വോട്ട് പെർസെൻറ്റേജിൽ വലിയ കുറവൊന്നും സംഭവിച്ചിട്ടില്ല എങ്കിൽ പോലും YSRCP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് എന്ത് സംഭവിച്ചു? അപ്പൊ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാകാതെ ഈ ജനാധിപത്യ മതേതര പോരാട്ടത്തിന്റെ ഭാഗമാകാതെ നിന്നിരുന്ന ആളുകളെ, അത് നവീൻ പട്നായക്കിനെ പോലും
നവീൻ പട്നായക്കിനെ പോലെ ദീർഘമായ ജനകീയ അടിത്തറയുള്ള ഒരു നേതാവിനെ പോലും ഈ രാജ്യത്തെ ജനങ്ങൾ വിശ്വസിക്കുവാൻ തയ്യാറായില്ല എന്ന് പറയുന്നിടത്താണ് രാഹുൽ ഗാന്ധിയുടെയും ഇന്ത്യ സഖ്യത്തിന്റെ പ്രസക്തി. ഇപ്പോൾ എന്താണ് ഇപ്പോൾ പറയുന്നുണ്ടല്ലോ, BJPക്ക് എന്തൊക്കെയോ വലിയ നേട്ടമാണ്, ഞങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല. ഇവിടെ ബാക്ക് ബെഞ്ചറിന്റെ ഒക്കെ തമാശ പറയുന്നത് കേട്ടു. അങ്ങനെ ബാക്ക് ബെഞ്ചറിന്റെ ഒക്കെ തമാശ, ഇപ്പം 235 സീറ്റുമായി നിൽക്കുന്ന ഇന്ത്യ സഖ്യം, അതായത് ഒരു ഈ BJPയുടെ ഒക്കെ രീതിയാണ് എങ്കിൽ ഞങ്ങളിപ്പോൾ സർക്കാർ രൂപീകരിച്ച് കഴിഞ്ഞേനെ. അങ്ങനെയൊന്നുമുള്ള ആളുകളെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്ന ഒരു പൊളിറ്റിക്സിന്റെ വക്താക്കന്മാരായി ഇന്ത്യ സഖ്യം നിലനിൽക്കാത്തതുകൊണ്ടാണല്ലോ ഇവർക്കിപ്പോൾ ഞങ്ങൾ സർക്കാർ ഉണ്ടാക്കുമെന്ന് പറയാനെങ്കിലുള്ള ആത്മവിശ്വാസം ഉണ്ടാകുന്നത്. നമുക്കറിയാലോ ഈ രാജ്യത്തിന്റെ പശ്ചാത്തലം. ഞാൻ ചോദിച്ചോട്ടെ, അങ്ങനെയാണെങ്കിൽ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞത് കേരളത്തിൽ BJPയുടെ മുന്നേറ്റം എന്നാ, ആകെ ഒറ്റ സീറ്റിലാണ് ജയിച്ചത്. അങ്ങനെയാണെങ്കിൽ ശ്രീ സന്ദീപ് വാര്യർ എന്ന് പറയുന്ന BJP വക്താവിന്റെ ഭാഷയിൽ പറഞ്ഞാൽ 100-ൽ ഒറ്റ മാർക്ക് കിട്ടി. ഒറ്റ മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചോദ്യം എല്ലാം ഒന്നും കൂടെ എഴുതി വെക്കുന്ന ആളുകൾക്ക് ടീച്ചർമാർക്ക് കൊടുക്കുന്ന ഒരു ഗ്രേസ് മാർക്ക് പോലെ ഒരു മാർക്ക്, ഒറ്റ മാർക്ക് കിട്ടിയിരിക്കുന്ന കുട്ടി, ആ കുട്ടി ഞങ്ങളിതാ കേരളം പിടിച്ചെടുത്തു എന്ന് പറഞ്ഞിട്ട് ഇവിടെ തട്ടഹസിച്ച് ഇവിടെ വലിയ വിജയാഘോഷം നടത്തുന്നതിന്റെ പ്രസക്തി, ആ പ്രസക്തി എനിക്ക് മനസ്സിലാകുന്നില്ല. അതിനേക്കാൾ എത്രയോ വലിയ നേട്ടമാണ് ഞങ്ങൾ നടത്തിയത്. ഇനിയും നേതാക്കന്മാരെ, 2 മുഖ്യമന്ത്രിമാരെ പിടിച്ച് ജയിലിലിട്ടിട്ടല്ലേ ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഇവർ പോയത്. ഈ രാജ്യത്തെ എല്ലാ അന്വേഷണ ഏജൻസികളും ഇവരുടെ പോഷക സംഘടനകളെ കേഡർ പോഷക സംഘടനകളെ കിടക്ക് പ്രവർത്തിച്ചില്ലേ. അശോക് ചവാന്റെ വാർത്ത നമ്മൾ ശ്രീ രാഹുൽ ഗാന്ധി പേര് പരാമർശിക്കാതെ പറഞ്ഞില്ലേ. ഒരു നേതാവ്, ഒരു പ്രധാനപ്പെട്ട നേതാവ്, അദ്ദേഹം എന്നെ പോകുന്ന BJPയിലേക്ക് പോകുന്നതിന്റെ തട്ട് തലേദിവസം എന്നെ വിളിക്കുകയാണ്, അവർ എന്നെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്, ഒന്നെങ്കിൽ ആത്മഹത്യ ചെയ്യുക അല്ലെങ്കിൽ BJP പോവുക എന്ന പരിഹാരം മാത്രമേ എന്റെ മുന്നിലുള്ളൂ, അതുകൊണ്ട് ഞാൻ BJPയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞ് അശോക് ചവാൻ ഇവർ കൊണ്ടുപോയില്ലേ. ആ അശോക് ചവാന്റെ സീറ്റ് ഞങ്ങൾ പിടിച്ചെടുത്തില്ലേ. മഹാരാഷ്ട്ര മാത്രം താങ്കൾ ക്ലാസിക് എക്സാമ്പിൾ ആയിട്ട് എടുത്തോളൂ. അവിടുത്തെ 2 പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ, ശിവസേന എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനവും NCP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനവും, അവിടെ നിന്ന് ഇവർ വിരട്ടി വില പേശി ഭീഷണിപ്പെടുത്തി കുറെ MLA-മാരെ അങ്ങോട്ട് കൊണ്ടുപോയി. NCPയുടെയും ശിവസേനയുടെയും ചിഹ്നം വരെ പോയില്ലേ. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായ ശിവസേനയുടെ ശരത് പവാറിന്റെ നേതൃത്വത്തിലുള്ള NCPയുടെയും ഉദ്ധവ് താക്കറെയുടെ നേതൃത്വത്തിലുള്ള ശിവസേനയുടെയും ചിഹ്നം വരെ പോയിട്ട് ജനങ്ങളുടെ മനസ്സിൽ ഏതാണ് ശിവസേന, ജനങ്ങളുടെ മനസ്സിൽ ഏതാണ് NCP? ഞങ്ങൾ അവിടെ ജയിച്ചില്ലേ, മുന്നേറ്റം ഉണ്ടാക്കിയില്ലേ. താങ്കൾ ഭാരത് ജോഡോയെ പറ്റി പറഞ്ഞു, താങ്കൾ പരാമർശിച്ചതിനകത്ത് എനിക്ക് വലിയ സന്തോഷമുണ്ട്. ധ്രുവരാത്തിയുടെ കോൺട്രിബ്യൂഷനെ നമ്മൾ വളരെ പോസിറ്റീവായിട്ട് തന്നെ എടുക്കുന്നു. കാരണം ഈ രാജ്യത്ത് മാധ്യമ സ്ഥാപനങ്ങൾ ഒരു തരത്തിലുമുള്ള നിഷ്പക്ഷ വാർത്തകൾ കൊടുക്കാത്ത കാലത്ത് ഒരു ചെറുപ്പക്കാരൻ ഒറ്റയാൻ മാധ്യമമായി മാറുന്നതിന് നമ്മൾ അഭിനന്ദിക്കുന്നു. പക്ഷേ അതിനൊക്കെ അപ്പുറം ഇന്ത്യ സഖ്യം ഏറ്റവും അധികം സീറ്റുകൾ നേടിയിരിക്കുന്നത് എവിടെയാണ്? ഒരു ഇന്റർനെറ്റ് കണക്ഷൻ ഇപ്പോഴും ലഭ്യമല്ലാത്ത ഇന്ത്യയുടെ റൂറൽ ബെൽറ്റുകളിലാണ്. ഇന്ത്യയുടെ ക്ലാസിക് റൂറൽ ബെൽറ്റുകളിൽ, ആ റൂറൽ ബെൽറ്റുകളിൽ സീറ്റുമായിട്ട് വരുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ്? ഇന്ത്യ സഖ്യം നടത്തിയ രാഷ്ട്രീയ പോരാട്ടം. താങ്കൾ സൂചിപ്പിച്ചതുപോലെ ശ്രീ രാഹുൽ ഗാന്ധി അദ്ദേഹത്തെ അധിക്ഷേപിച്ചില്ലേ, പപ്പു എന്ന് വിളിച്ചില്ലേ, അദ്ദേഹത്തെ പറയാത്ത വാക്കുകളുണ്ടോ, അദ്ദേഹത്തെ കളിപ്പാവി എന്ന് വിളിച്ചില്ലേ, അദ്ദേഹത്തിന്റെ പേരിൽ വ്യാജമായ എത്രയോ ആക്ഷേപങ്ങളും അപരാധങ്ങളും ഇങ്ങനെ നിരന്തരമായി ചൊരിഞ്ഞുകൊണ്ടിരുന്നു. അതിനെല്ലാം വകവയ്ക്കാതെ മനുഷ്യൻ കൺസിസ്റ്റന്റ് ആയി കന്യാകുമാരി മുതൽ കശ്മീർ വരെ 4000-ലധികം കിലോമീറ്ററുകൾ താണ്ടുമ്പോ വെറുതെ ആയോ ശ്രീ ഹാഷ്മി ആ യാത്ര? കന്യാകുമാരി വരെ മുതൽ കശ്മീർ വരെ താണ്ടുമ്പോ കന്യാകുമാരിയിൽ കഴിഞ്ഞ ആഴ്ച ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ധ്യാനത്തിന് വന്നിരുന്നല്ലോ. ആ കന്യാകുമാരി ഉൾപ്പെടുന്ന തമിഴ്നാട് ജില്ല വട്ടപൂജ്യമാണ് BJP, വട്ടപൂജ്യമാണ് BJP സഖ്യം. അവിടെ ഞങ്ങൾ തൂത്തുവാരിയില്ലേ. അവിടുന്ന് അങ്ങോട്ട് രാഹുലിന്റെ പദയാത്ര കടന്നുപോയ സ്ഥലങ്ങളിലെല്ലാം ഞങ്ങൾ വലിയ പടയോട്ടം നടത്തിയില്ലേ. ഇനി ഇപ്പുറത്ത് ഭാരത് ജോഡോ ന്യായ് യാത്ര നടത്തിയ തുടങ്ങിയ മണിപ്പൂർ, ആ മണിപ്പൂരിൽ ഇവർ പള്ളി കത്തിച്ച് ആ സംസ്ഥാനത്തെ പിടിച്ചടക്കുവാൻ ശ്രമിച്ചപ്പോ ആ മണിപ്പൂരിലെ ജനത പറഞ്ഞത് എന്താ? 2-ൽ 2 സീറ്റും അത് ഇന്ത്യ സഖ്യത്തിന് കൊടുത്തില്ലേ. ആ മണിപ്പൂർ തൊട്ട് മുംബൈ വരെ അവിടെ ഞങ്ങൾ വലിയ മുന്നേറ്റം നടത്തിയില്ലേ. ആ മുന്നേറ്റങ്ങൾ അത്രയും ഞങ്ങളുടെ വിജയ. ചുരുക്കി പറഞ്ഞാൽ, ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ, ശ്രീ ഹാഷ്മി ഉറപ്പിച്ച് ഞാൻ പറയാം, ശ്രീ സന്ദീപ് വാര്യർ വേണമെങ്കിൽ ഇപ്പൊ ഞാൻ ചലഞ്ച് ചെയ്യുന്നതുകൊണ്ട് തർക്കത്തിന് വേണ്ടിയിട്ട് പറയുമായിരിക്കും, ഇപ്പൊ പോലും ശ്രീ സന്ദീപ് വാര്യർക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല ഇന്ത്യയുടെ അടുത്ത പ്രധാനമന്ത്രിയുടെ പേര് നരേന്ദ്രമോദി ആകുമെന്നോ. NDA സർക്കാർ വരുമോ എന്നുള്ളത് പിന്നത്തെ വിഷയം. NDA സർക്കാർ വന്നാൽ തന്നെ ഇന്ത്യയുടെ അടുത്ത പ്രധാനമന്ത്രിയുടെ പേര് നരേന്ദ്രമോദിയാണ് എന്ന് ശ്രീ സന്ദീപ് വാര്യന് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. പ്രേക്ഷകർ കാണുന്ന ഈ ദൃശ്യങ്ങൾ ഇന്ത്യ മുന്നണിയുടെ യോഗത്തിന് ശേഷം. ശരി രാഹുൽ, ഓക്കെ